لها وأشفقن منها وحملها الإنسان. ഏത് സമയത്തും മരണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുക എന്നാണ് നാം ശാസിക്കപ്പെട്ടിരിക്കുന്നത്, കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയങ്കരനായ ഉസ്താദിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിയ കോളേജിൽ 6 വർഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി പഠിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. അന്നു മുതൽ ഇന്ന് വരെ അദ്ദേഹം എന്നോടും അതുപോലെ അദ്ദേഹത്തിൻ്റെ എല്ലാ ശിഷ്യന്മാരോടും പെരുമാറിയിട്ടുള്ളത് അദ്ദേഹത്തിന് സമശീർഷനായ ആളുകളോട് പെരുമാറുന്നവരെ പോലെയാണ്. അവിടെ വലിപ്പ ചെറുപ്പം ഉണ്ടായിരുന്ന വിജ്ഞാനം, ആ വിജ്ഞാനത്തിൻ്റെ ശേഷിപ്പുകൾ ബാക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, പ്രാർത്ഥിക്കുന്ന മക്കൾ. ആ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ധാരാളമായി ലഭിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. 2 വിവാഹം കഴിച്ചത് എനിക്കൊരിക്കലും തെറ്റിപ്പോയിട്ടില്ല. നല്ല മക്കൾ ഉണ്ടായിട്ടുണ്ട്. വിദ്യാർത്ഥിയായി ചേർന്നത് മുതൽ അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാര്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട മൗലവിയുടേതായിരുന്നു. ഞാൻ ആദ്യമായി ഇവിടുത്തെ അൽ മദ്രസത്തുൽ ഇസ്ലാമിയയിൽ അധ്യാപകനായി ചേർന്നത് അന്നത്തെ പ്രിൻസിപ്പാൾ ഉമരി സാഹിബിൻ്റെ പ്രത്യേകമായിട്ടുള്ള കൽപ്പന പ്രകാരമാണ്. അറബി ഭാഷയിൽ ഇസ്മ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ആ ഇസ്മ എന്ന് പറഞ്ഞാൽ പേര് എന്നാണ് അതിൻ്റെ അർത്ഥം. പേര് എന്ന് പറയുന്നത് അതിൽ വേറൊന്നും കൂട്ടിച്ചേർക്കാനില്ല. അതേസമയം അറബിയിൽ ഇസ്മും ഫിയിലും ചേർന്നുകൊണ്ട് പേരുകൾ വരും. എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പേര് കേവലം പേര് മാത്രമായിരിക്കും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ, ചില വാചകങ്ങളിൽ ഇസ്മും ഫീലും ചേർന്ന് പേര് വരും എന്ന് ഞങ്ങളെ അദ്ദേഹം ഈ നാട്ടിൽ നിന്നുകൊണ്ട് ബോധ്യപ്പെടുത്തിയത് കുറ്റ്യാടി എന്ന് പറയുന്ന നാട്ടിൻ്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹം പറയും അത് ഒരു ഇസ്മും ഒരു ഫീലുമാണ്. രണ്ടാമത് അദ്ദേഹം വിശദീകരിക്കും, മൂലികുത്തി എന്ന് പറയുന്ന നമ്മളെ തൊട്ടടുത്ത സ്ഥലം, ഇതും ഒരു പേരാണ്. അത് അറബിയിൽ ഇസ്മും ഫീലും കൂടി ചേർന്നിട്ടുള്ള പേരാണ്. ഇത് ഒരു കുട്ടിക്ക് ഒരിക്കലും തന്നെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവാത്ത ഒരു നഹ്വി അനുഭവമാണ്. സാധാരണമായ ഒരു വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ മാത്രമല്ല, മൊത്തം ജീവിത സമീപനങ്ങളിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് അനുഭവപ്പെടും. എടച്ചേരി കുഞ്ഞപ്പുന്ന മൗലവി എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചു നോക്കാം. ചിലപ്പോൾ ഈ അങ്ങാടി തന്നെ കാണും. കുറച്ച് കഴിഞ്ഞപ്പോൾ എടച്ചേരി കുഞ്ഞപ്പുന്ന മൗലവി അങ്ങനെ നടന്നു വരുന്നുണ്ട് അങ്ങാടിയിൽ. അദ്ദേഹത്തോട് ഈ വിഷയം പറഞ്ഞു. അപ്പോൾ ഒരു നിമിഷം അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചിട്ട് കാസിം മാഷ് ഭാഷയെ പറഞ്ഞാൽ സിഗരറ്റിൻ്റെ പാക്കറ്റ് കുനിഞ്ഞെടുത്ത് റോഡ് സൈഡിൽ ഇങ്ങനെ കളഞ്ഞിട്ടുണ്ടാവുക. സിഗരറ്റിൻ്റെ പാക്കറ്റ് കുനിഞ്ഞെടുത്ത് അത് പൊളിച്ച് നിവർത്തി കാസിം മാഷ പീസിൽ നിന്ന് പേനെടുത്ത് കൂട്ടി അദ്ദേഹത്തിന് കൊടുത്തു. ഇത്രയാണ് ഉണ്ടാവുക. നിങ്ങൾ ഈ പറഞ്ഞ ഓരോ അവകാശവും ഇത്രയാണ് ഉണ്ടാവുക. ഇത് കണ്ടപ്പോൾ ഈ മറ്റേയാൾ അത്ഭുത പരതന്ത്രനായിപ്പോയി. എന്ന് പറഞ്ഞാൽ ഒന്നാമതായി നമ്മുടെ നാട്ടിലെ ഒരു ആലിമീ ശക്കലിലേ അല്ല പലപ്പോഴും എടച്ചേരി നടന്നിരുന്നത്. പല സമയത്തും പല വേഷങ്ങളും പല രീതികളാണ് അദ്ദേഹം ഉപയോഗിക്കുക. ചിലപ്പോൾ പാൻറ് ഷർട്ട് ഇടും, ചിലപ്പോൾ മുണ്ടെടുക്കും, ചിലപ്പോൾ വെള്ളയായിരിക്കും, ചിലപ്പോൾ കളറായിരിക്കും, ചിലപ്പോൾ തലയിൽ കെട്ടുണ്ടാവും, ചിലപ്പോൾ തലയിൽ കെട്ടുണ്ടാവില്ല, ചിലപ്പോൾ തൊപ്പിയിടും. അപ്പോൾ വളരെ സാധാരണക്കാരനെന്ന് തോന്നിക്കുന്ന ഒരാൾ ഇത്രയും സങ്കീർണമായൊരു വിഷയം ഏതാനും മിനിറ്റുകൾ കൊണ്ട് പരിഹരിച്ചു തന്നു എന്നത് അദ്ദേഹത്തെ വളരെ അത്ഭുതപ്പെടുത്തിയത്. അത് സംബന്ധമായ ഒരുപാട് പഠനങ്ങളുമായിരുന്നു. 1-2 കാര്യങ്ങൾ അദ്ദേഹം അത് രേഖാപരമായി ചെയ്തു. ജുമാ ഖുതുബയുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം അത് ഡോക്യുമെൻ്റായി ചെയ്തു.
പക്ഷേ ഷാഫി മദ്ഹബിനെ കുറിച്ച് അദ്ദേഹത്തിന് വളരെ ആഴത്തിൽ പാണ്ഡിത്യം ഉണ്ടെന്ന് മാത്രമല്ല വ്യത്യസ്തമായ കാഴ്ചപ്പാടുമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെയും മുസ്ലിങ്ങൾക്കിടയിൽ നടക്കുന്ന പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാര മേലെയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് എൻ്റെ ജ്യേഷ്ഠനാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ മാതാവ് എൻ്റെ പെങ്ങളാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകളാണ്. അത് ജ്യേഷ്ഠൻ്റെ മകളെ അനുജൻ്റെ മകൾ കല്യാണം കഴിച്ച ആ രണ്ട് ബന്ധമാണ്. എടച്ചേരി അബ്ദുൽ മൗലവിയെ സംബന്ധിച്ചിടത്തോളം 2-3 കാര്യങ്ങൾ എനിക്ക് പറയാം. കാലങ്ങൾക്ക് മുമ്പ് വിദ്യാലയങ്ങൾ പഠിച്ച ഒരു അറബി ഗാനത്തിൻ്റെ 2 വരികളുണ്ട്. ഞാൻ രാവിലെ ഒരു വിദ്യാർത്ഥിയാണ്, വൈകുന്നേരം ഒരു ആശാരിയാണ്. എൻ്റെ കയ്യിൽ പേനയും കടലാസുമുണ്ട്. എൻ്റെ കയ്യിൽ ഒരു മഴുവുണ്ട്, കത്തിയുണ്ട്. ഈ കവിതയാണ് എടച്ചേരി അബ്ദുൽ മൗലവി എന്ന് പറയുന്നത്. അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ എഴുതിയ ഒരു ചെറിയ കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട്, മിമ്പറിൽ അദ്ദേഹം കഴിയുന്ന തന്നെ അദ്ദേഹം കൃഷിയെയും കച്ചവടത്തെയും ജീവിതത്തെയും കണ്ടു. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ സംഗതിയല്ലോ, ഇന്റലക്ച്വലിസം എന്ന് പറഞ്ഞ സംഗതി, അത് ഒരു ന്യൂറോട്ടിസവുമായിട്ട് ബന്ധപ്പെട്ട ലോകത്ത് ഇന്ന് വരെ ജനിച്ച 99% ക്രിയേറ്റിവിറ്റിയുള്ള, ഇന്ന് ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ ക്രിയേറ്റിവിറ്റിയുള്ള ആളുകളെല്ലാം തന്നെ അവർ ഒരു തരത്തിലുള്ള മാനസികമായ വിഭ്രാന്തി അനുഭവിച്ചിട്ടുണ്ട്. നാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആയിഷ റളിയല്ലാഹു കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഹദീസുമായിട്ട് അബൂ ഹുറൈറയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ന്യൂറോട്ടിക് വിധേയനായിരുന്നു. അതേപോലെ തന്നെ അബ്ബാസിയ ഖിലാഫത്തിന്റെ കാലത്ത് അബൂ നവാസ് എന്ന ഒരു കവിയുണ്ടായിരുന്നു. വഹാദൽ ഐഷു ലല്ലബനുൽ ഹലീബു വഹാദൽ ഐഷു ലാ ഖിയമുൽ ബവാദി. ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഈ വീടുകളും ഇതൊന്നല്ല. ജീവിതം എന്ന് പറഞ്ഞാൽ സ്വാദിഷ്ടമായ ഭക്ഷണമല്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ഞാനൊരു ഫേസ്ബുക്ക് കണ്ടു. അബ്ദുൽ നസീർ മലൈബാരി എന്ന് പറഞ്ഞ ഒരു മഹാപണ്ഡിതനുണ്ട്. അയാൾ അസ്ഹറിൽ പഠിച്ചാലാണ്, അയാൾ സഖാഫിയാണ്, അയാൾ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു മോഹിതാണ്. ഇദ്ദേഹത്തിന്റെ ഖുത്ബ പരിഭാഷയുള്ള പുസ്തകം വായിച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഞാൻ എടച്ചേരിയെ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം എനിക്ക് മനസ്സിലാവുന്നു. എന്നിട്ട് അവസാനം അതൊരു കൊച്ചു പുസ്തകമാണ്, നിങ്ങളാരും വായിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ. പക്ഷെ അദ്ദേഹം അബ്ദുൽ നസീർ മലൈബാരി ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ചെറുപ്പക്കാരുടെ വലിയ പണ്ഡിതനാണ്. അദ്ദേഹം അവസാനം പറഞ്ഞത് ഇത് ഉഹ്റവിയായ ഒരു പണ്ഡിതനാണ് എന്ന് പറഞ്ഞാണ് അത് അവസാനിക്കുന്നത്. ഇവിടെ നീതിയുടെ കോവിൽ കണ്ടു ഞാൻ കപടത വന്ന് കാവൽ നിൽക്കുന്നതായി, ചതവ് വെച്ചൊരു ആത്മാർത്ഥതയുടെ ഹൃദയഭേദക രോദനം കേട്ടു ഞാൻ. സ്ഥിതി അത് കണ്ട് നൈരാശ്യമേട്ടാതെ അതിനും അപ്പുറം എത്തി നോക്കിയിടവേ മൃദുല സൗഭകം കണ്ടു ഞാൻ. മുകിളിതങ്ങളാം പാണിയുക്കുമങ്ങളും കാരുണ്യവും ഹന്ത കാർക്കശ്യവും കൊടും കഥനവും നവേന്മേഷവും അങ്ങനെ നിഴലുമാ നിലാവും കണക്കുതാൻ ഇടകലർന്നുല്ലസിക്കുന്ന ജീവിതം. ഇങ്ങനെ നിഴലിനെയും നിലാവിനെയും കാർക്കശ്യത്തെയും തമാശയും ഇടകലർത്തി ജീവിക്കാൻ ഒറ്റക്കാടിന്റെ സഞ്ചാരിയുടെ ഗീതങ്ങളുള്ള വരിയാണ്. ഈ ഒരു മനുഷ്യനെ നമ്മൾ ജീവിതത്തെ എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഒരു സർക്കാസിസം എന്ന് പറയും. കൊടക്കൽപ്പുഴ ചരിത്രത്തിൽ 3 ദിവസവും തുടർച്ചയായി ജനവാഹിൽ ഇവിടെ ഒരു കണ്ണോക്ക് ഞാൻ കണ്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യമാണ്. അപ്പൊ ഈ മനുഷ്യന്, ആരും ശ്രദ്ധിക്കാത്ത മനുഷ്യന്, ഞാൻ നേരല്ലോ വാഴതുള്ളി നജ്ജാർ എന്ന പോലെ വൈകുന്നേരം പുഴക്കത്തിങ്ങനെ ഇതുണ്ടാക്കും, എന്നിട്ട് അതിങ്ങനെ വിൽപ്പന നടത്തും, തലയിൽ ഓലക്കെട്ട് വെച്ച് പോകും. അതേസമയത്ത് തന്നെ ഖുത്ബ, ഇന്നലെ ഒരു രസകരമായ കാര്യം പറഞ്ഞു. ഖുത്ബ ഏൽപ്പിച്ചു, നിക്കാഹിന്റെ ഖുത്ബയാണ്. നിക്കാഹിന്റെ ഖുത്ബ ഏൽപ്പിച്ചപ്പോ അദ്ദേഹത്തിന്റെ മഹലിലെ ആളുകൾ വന്നാണ് വിളിച്ചു എടച്ചേരി ഖുത്ബക്കായി. അപ്പോൾ സമയത്തിന് പുഴക്കുന്ന കൃഷിയും കഴിഞ്ഞ് വരുന്നത്, അപ്പോഴാണ് വിളി വരുന്നത്. അപ്പോൾ എടച്ചേരി ഒരു ഓട്ടമാണ്. ഒരു കാലം ഒരു ചെരുപ്പ്, വേറെ ചെരുപ്പ്, മുണ്ടോ യാതൊരു കുപ്പായ ഖുത്ബന്റെ കാല്. ഇതാണ് എടച്ചേരി എന്ന് പറയുന്ന റിയൽ മനുഷ്യൻ. ഈ റിയൽ മനുഷ്യനെ പഠിക്കുമ്പോഴാണ് നെയ്മിനെ പോലത്തെ ആൾക്കാർ ഈ ന്യൂറോട്ടിക് മെന്റാലിറ്റിയെ പറ്റി നമ്മൾ പഠിക്കേണ്ടത്. ഇത് മഹാന്മാരുടെ ഒരു ലക്ഷണമാണ്. ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ മഹാന്മാരും ന്യൂറോട്ടിക് സെൻസ് ഉള്ള ആളുകളായിരുന്നു എന്നുള്ളതാണ്. അല്ലാത്തവരാരും ക്രിയേറ്റിവിറ്റി ഉണ്ടായില്ല. അച്ഛൻ്റെ മക്കളിൽ പലരും എൻ്റെ ശിഷ്യന്മാരാണ്. എല്ലാം തന്നെ വലിയ പദവിയിൽ അവർ സ്വന്തം
കഴിവുകൊണ്ട് ഉയർന്ന സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട്. ഇന്ന് വരെ ഇടച്ചേരി അതിനെപ്പറ്റി അഹങ്കരിക്കുന്നതല്ല, അഹങ്കരിക്കാൻ അറിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കുറേ കുട്ടികൾ നമ്മുടെ പള്ളിയിൽ നിന്ന് കളിക്കുന്നുണ്ടാവും. അതൊക്കെ ആരായ കുട്ടികൾ, അത് എൻ്റെ അടുത്ത കുട്ടികളെ ലുക്കുമാനോട് ചോദിച്ചോട്ടെ ഏതാ നിനക്ക് നേരിടുന്നതാണ്. അതായിരുന്നു ഇത് ഇടച്ചേരി അബ്ദുൽ മൗലവി വിവാദം മാറ്റിക്കൊടുക്കും മറാവട്ടെന്ന് മനംനൊന്ത് തന്നെ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കാം. കുറ്റ്യാടി മഹലിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യവും കുറ്റ്യാടി മഹൽ നിവാസിയല്ലായിരുന്നിട്ടും അങ്ങേയറ്റം സ്നേഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. കുറ്റ്യാടി മഹലുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും ഏതു സമയത്തും എന്ത് സഹായവും ചെയ്യാൻ തയ്യാറായി. കുറ്റ്യാടി മഹലിലെ ഖത്തീബായും അതുപോലെ നമ്മുടെ മഹൽ മദ്രസയുടെ അധ്യാപകനായും കുറ്റ്യാടിക്കാർക്ക് വിജ്ഞാനം പകർന്നു നൽകിയ ആ എളിമയുടെ പ്രതീകമായിരുന്ന ആ മനുഷ്യൻ എപ്പോഴും കുറ്റ്യാടിക്കാരുടെ മനസ്സിൽ. കുറ്റ്യാടി മഹലിൽ സ്ഥിരമായ മഹൽ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ദീനി വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അദ്ദേഹം സജീവമായിരുന്ന കാലത്ത് എല്ലാ കാര്യങ്ങളും സംശയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ദൂരീകരിക്കാൻ അദ്ദേഹത്തെ സമീപിച്ചതായി പഴയ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളൊക്കെ എന്നോട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചിരുന്നു. ഇസ്ലാഹി സംരംഭം വിജയിച്ച ഒരു മേഖല എന്ന നിലക്ക് ഒരു 10-20ഓളം മഹല്ലുകൾ, ജുമുഅ, ഖുതുബ, മദ്രസ, ആ ഒരു എന്താ പറയുക മാഹവിലുള്ള ദീനിൻ്റെ ഹിദായാത്തുകൾ, ഫത്വകൾ, മാർഗനിർദ്ദേശങ്ങൾ ഒക്കെ ലഭിക്കേണ്ട ഒരു കമ്മ്യൂണിറ്റിയുടെ ഇൽമിയായ അമീറായിരുന്നു അദ്ദേഹം. നമുക്ക് ഒരു കമ്മ്യൂണിറ്റി നിലനിൽക്കണമെങ്കിൽ ദീനിൽ കൂടി പറഞ്ഞാൽ അതിന് അടിത്തറ വേണം. അടിത്തറ ഇൽമാണ്. പിന്നെ അതിൽ തൂണ് വേണം. അത് അതിൻ്റെ നായകന്മാർ, നേതാക്കന്മാരാണ്. പിന്നെ അതിൽ മേപ്പർ വേണം. അത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ്. അതിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അടിത്തറയാണ്. അപ്പോൾ അത് സാധാരണ ഒരു അനുസ്മരണ യോഗത്തിലെ ഒരു ക്ലീശ എന്നത് ഞാൻ പറയല്ല, ഉത്തരവാദപ്പെട്ട ഒരു വിഭാഗമാണ് ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഞാൻ റിലീജിയസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്. റിലീജിയസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിയ കോളേജ്. ഇസ്ലാമിയ കോളേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഞാൻ പരാമർശിച്ച ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇൽമിയായ ഖിബ്ലയാണ് ആയിരുന്നു എന്ന് പറയുന്ന സ്ഥിതി വരാതെ ആണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്കൊന്നുകൂടി ഉണ്ടാകാൻ അടിച്ചേരിയുടെ മരണം കാരണമാണെന്നാണ് ഞാൻ പറയുന്നത്. ഒരു 5-6 വർഷത്തിനിടയിൽ ഒരാൾ മിറാസ് അറിയുന്ന, 2 ആൾ നെഹവ് അറിയുന്ന, 3 ആൾ സർഫ് അറിയുന്ന, 5 ആൾ ലുഗത്ത് അറിയുന്ന, ബലാഗ അറിയുന്നത് ഉണ്ടാകുമ്പോഴാണ് അടിത്തറ ഉണ്ടാകുന്നത്. അടിത്തറ എന്ന് പറയുന്നത് മുഞ്ചുള്ള സാധനമല്ല. അടിത്തറ എന്നുള്ളത് മേലെ നിന്ന് കാണുന്ന സാധനമല്ല. അടിത്തറ എന്ന് പറയുന്നത് ആവേശം ഉണ്ടാക്കുന്ന സാധനമല്ല. അപ്പോൾ അതുകൊണ്ട് അടിത്തറയുടേത് മതി, ഒരുപാട് വേണമെന്നല്ല. അത് വലിയൊരു നിയത്താക്കി ഒന്നുകൂടി എടുക്കണം. മൊയ്തുവലി പോയി TK പോയി, എന്നെ പോയി, മൊയ്തുവലി പോയി, അടിശ്ശേരി പോയി. നമ്മുടെ ഈ ഒരു സൊസൈറ്റിയുടെ ഈ ഒരു അടിത്തറ, ആ അടിത്തറ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിവിടെ ഉണ്ടാകണം, തലമുറകളിൽ ഉണ്ടാകണം. ഇപ്പോഴും ഇസ്ലാമിക കോളേജിൽ തന്നെ ഇതിന് ഈ ഒരു ബേസുള്ള ഉസ്താദ്മാർ ഇപ്പോഴും ഉണ്ട്. പുതിയ തലമുറയിൽ തന്നെ ഉണ്ട്. പക്ഷെ അവർക്ക് സ്റ്റെഫിനെ കൊടുക്കണം, അവർക്ക് ചുറ്റുപാട് ഒതുക്കി കൊടുക്കണം. നമ്മുടെ അധ്വാന പരിശ്രമങ്ങളിലൂടെ, നമ്മുടെ RETയുടെ ബജറ്റ് കൊണ്ട്, നമ്മുടെ പരിശ്രമം കൊണ്ട് അത്തരം ആളുകൾ ഇനിയും ഉണ്ടാകുന്നു. ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ആ മാറ്റങ്ങൾ വന്നതിനനുസരിച്ച് പഠിപ്പിക്കുന്ന രീതിയൊക്കെ മാറി. അത് അതിൻ്റെ റൂട്ടിൽ നടക്കുന്നതോടൊപ്പം തന്നെ ഫിഖായിട്ട് അറിയുകയും, നെഹവായിട്ട് അറിയുകയും, സർവായിട്ട് അറിയുകയും, മിറാസായിട്ട് അറിയുകയും ചെയ്യുന്നവരും നമുക്ക് കുറച്ചു വേണം. ആളുകൾ ഉണ്ടാക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി പണിയെടുക്കേണ്ടതുണ്ട് എന്ന നിലപാടുള്ള ആളുകൾ തന്നെയാണ് രീതിയിലുള്ള സംഘാടകർ. അതൊന്നുകൂടി മനസ്സിൽ തീവ്രമാകാൻ, അതിനുവേണ്ടി കുറച്ചും കൂടി ഉടുത്തൊരുങ്ങാനുള്ള ഒരു പ്രേരണ കൂടി ആകട്ടെ ഈ ഒരു വിടവാങ്ങൽ, അതിനുള്ള ഒരു പ്രചോദനം കൂടി ആകട്ടെ ഈ ഒരു മജ്ലിസ്. സ്വാഭാവികമായി നമ്മൾ സാന്നിധ്യം പ്രതീക്ഷിക്കുന്ന അള്ളാഹുവിൻ്റെ അദൃശ്യ സൈന്യം, റഹ്മത്തിൻ്റെ മലക്കുകൾ സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ സവിധത്തിൽ ശുപാർശ ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഉഹ്റവി ജീവിതത്തിൽ
പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏറെയൊന്നും ആളുകൾ അറിയാത്ത, വല്ലതൊന്നും പ്രശസ്തരല്ലാത്ത ഒരു സമ്പന്നനായിരുന്നു. ആ സമ്പത്ത് ജ്ഞാനമായിരുന്നു, വിജ്ഞാനമായിരുന്നു. പണ്ഡിതന്മാരുടെ, ഖുർആന്റെ ഹദീസിന്റെ പണ്ഡിതന്മാരുടെയൊക്കെ വചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ഒരു സംഗതി, അള്ളാഹുവിൻ്റെ ശബ്ദത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്നത് ശുഹദാക്കളാണ്. ശുഹദാക്കളെക്കാൾ മേലെ നിൽക്കും ഒരുപടി പണ്ഡിതന്മാർ എന്ന് കേട്ടിട്ട് പലതും പറയാനുണ്ട്, പക്ഷെ പറയുന്നില്ല. ഒരു കാര്യം സൂചിപ്പിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സയ്യിദ് തലയിൽ ഇവിടെ സൂചിപ്പിച്ചു, മറ്റാളുകളൊക്കെ സൂചിപ്പിച്ച പോലെ പഠനവിധേയമാക്കേണ്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഉടമയായിരുന്നു അബ്ദുള്ള മൗലവി എന്ന് മരണാനന്തരം അത് ഒന്ന് ആഖ്യാനം ചെയ്യുവാൻ, പഠനവിധേയമാക്കിയ ഒരു രേഖയായിരിക്കുന്ന കാലത്ത് നമുക്ക് തിരിച്ചറിയാനും ബഹുമാനിക്കാനും സാധിക്കാറില്ല. നമുക്കിത് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ ഒത്തുകൂടൽ സന്തോഷകരവും സന്തുഷ്ടവുമാണ്. അള്ളാഹു അത് അനുഗ്രഹീതമാക്കി തീർന്നു. പല രംഗത്തും വളരെ പിന്നോക്കാവസ്ഥയിലമായ കുറ്റിയാണ്. ദീനിയായിട്ട് ദീനൊന്നുമില്ല. കുറേ മൗലൂദും അതും ഇതും എല്ലാം ഉണ്ടായിരുന്നു മുസ്ലിങ്ങളിൽ. അതുപോലെ സാമ്പത്തികമായി പിന്നോട്ടാണ്. ജോലിയും പലർക്കും ഉണ്ടായിരുന്നില്ല. അതുപോലെ സാംസ്കാരികമായി പിന്നോട്ടാണ്. അങ്ങനെയുള്ള ഈ കുറ്റ്യാടി നാടിനെ ഈ ഇസ്ലാമിയ കോളേജാണ് വളർത്തിയെടുത്ത് അത്തരം എല്ലാ മോശങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയെടുത്തത്. അപ്പോൾ കോളേജ് എന്ന് പറഞ്ഞാൽ കോളേജിലെ അധ്യാപകന്മാരാണ്, അത് പഠിപ്പിച്ചവരാണ്, അവിടെ പഠിപ്പിച്ചവരാണ് അതിന് നേതൃത്വം വഹിച്ച കാര്യങ്ങളെ വിജയിപ്പിക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഒരുപാട് പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ വന്നിട്ട് ഒരു 4-5 കൊല്ലം 6 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നെ ഇവിടെ അന്നുണ്ടായിരുന്നത് ഒരു ഉമർ മുഹമ്മദ് ആയിരുന്നു. അയാൾ പെട്ടെന്ന് പ്രിൻസിപ്പാൾ സ്ഥാനം ഒഴിഞ്ഞു പോയി. തൽക്കാലം എന്നോട് പറഞ്ഞ് ഇനി ഏറ്റെടുക്കണം. അങ്ങനെ ഞാൻ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു യോഗം കൂടിയിട്ട് ഈ എടച്ചേരിയാണ് പറയുന്നത് VP തന്നെ ആയിക്കോട്ടെ ഇനിയത്തെ പ്രിൻസിപ്പാൾ കൊടുത്തത്. അങ്ങനെ TK അത് അംഗീകരിക്കുകയും എന്നെ ഇവിടുത്തെ പ്രിൻസിപ്പാളാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. അപ്പോൾ ഈ കുറ്റ്യാടിയെയും പരിസര പ്രദേശങ്ങളെയും സംസ്കരിക്കുന്നതിൽ ഭംഗിയായ പങ്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹം. അടുക്കത്ത് 1-2 പള്ളികളിലെ മലയാളത്തിലെ കുത്തുബകൾ ഉണ്ടായിരുന്നു. അതിലൊരു പള്ളിയിൽ അദ്ദേഹം ഒരുപാട് കൊല്ലം 40 കൊല്ലാറ്റം ഖതീബായി നിന്നിട്ടുണ്ട്. എടത്തൽ പള്ളി എന്ന് പറഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങൾ അടങ്ങിയ ഒരു പള്ളിയായിരുന്നു അന്നത്. അപ്പോൾ ആ എല്ലാ വീടുകളിലും കയറി ഇറങ്ങാനും അവിടെ ഉണ്ടായിരുന്ന എന്ത് പ്രശ്നങ്ങളിൽ പങ്കെടുക്കാനും എന്തൊക്കെ മോശങ്ങൾ ഉണ്ടായതെല്ലാം നന്നാക്കിയെടുക്കാനുമുള്ള ഒരു വല്ലാത്ത ശ്രമം അവിടെ വെച്ച് നടത്തിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും അത് ഓർമ്മിക്കുകയാണ്. നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം പരിഹരിച്ച് തീർക്കാൻ അവിടെ എത്തണം. കുടുംബത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത് നേരെ അവിടെ എത്തണം. അവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തണം. അതുപോലെ നിക്കായിന്, കല്യാണത്തിന് മാത്രമല്ല നിക്കായിനും മുപ്പരിഞ്ഞാൽ പോണ്ടി. നിക്കായിന് പോണ്ടി ഈ അടുക്കത്ത് മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗത്തും, ഉദാഹരണമായിട്ട് വളരെ അപ്പുറമുള്ള പല ജില്ലകളിലും അദ്ദേഹം പോയിട്ട് കുത്തുവാഴ്ത്തി വളരെ വിഷമത്തോടു കൂടി പോയി തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള എല്ലാ രംഗങ്ങളിലും വളരെ ശ്രദ്ധേയനായിരുന്നു അദ്ദേഹം. കാര്യങ്ങൾ ചെയ്യുന്ന ആ കാര്യങ്ങളെല്ലാം അല്ലാഹു സ്വീകരിക്കുകയും എന്നിട്ട് അതിനനുസരിച്ച് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ എടച്ചേരി മൗലവി ഫിഖ്ഹിൽ, പ്രത്യേകിച്ച് ഷാഫി ഫിഖ് ഒരു ഫിഖ്ഹല്ല എന്ന് ആധികാരികമായി പറയുന്ന ഒരു വ്യക്തിയാണ് എടച്ചേരി മൗലവി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വാണിമേൽ ദാറുൽ അറബി കോളേജിൽ കൊണ്ടുപോയി ഷാഫി ഫിഖിനെ കുറിച്ചൊരു ക്ലാസ് എടുപ്പിച്ചൊരു അനുഭവമാണ് ഉള്ളത്. അത് മാത്രമാണ് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഷാഫി ഫിഖ് എന്ന് പറയുന്ന മദ്ഹബ് തന്നെ ഒരു മദ്ഹബല്ല, അത് കുറേ മദ്ഹബുകളുടെ കൂട്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ അത് എന്തടിസ്ഥാനത്തിലാണെന്ന് പറയുന്നതിനുള്ള ചോദ്യം വന്നു. അപ്പോൾ അതിന് പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു അക്കദൽ ബഗ്ദാദിയൂന എന്ന് പറഞ്ഞ് ചില കിതാബുകളിൽ കാണാം. ബഗ്ദാദികൾ ഊന്നി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഖുറാസാനികൾ തന്നെ വേറെ തന്നെ ഇല്ലേ? അപ്പോൾ ഖുറാസാനികളുടെ അഭിപ്രായത്തിൽ ഇതാണ്. ഇമാം നബവി തന്നെ എടുത്തു കൊടുത്തിരുന്നതിന് വളരെ ശ്രദ്ധേയമായ, അത് നമുക്ക് പിന്നീട് ഒരുപാട് ഈ പല ജാതി വർത്താനം പറയുന്ന, ഏതാണ് ഫിഖ് ഏതാണ് ഹദീസ് എന്ന് അറിയാതെ വർത്താനം പറയുന്ന പല ആൾക്കാരോടും സംസാരിക്കാൻ
ആധികാരികമായി തന്നെ പറയാം. നിങ്ങൾക്ക് ഇതിനേക്കാൾ, അതുപോലെ നമ്മൾ തന്നെ പറയാറുണ്ട്, ഇതിനേക്കാൾ കൃത്യമായിട്ട് ഇത് അറിയണമെങ്കിൽ എടച്ചേരി മൗലവിയോടൊന്ന് ചെന്ന് ചോദിച്ചാൽ എന്താണ് ബഗ്ദാദികൾ, ആരാണ് ഖുറാസാനികൾ, എന്താണ് ഷാഫി മദ്ഹബ് ശരിക്കും പിന്തുടരാനോ അവർ പറഞ്ഞ് അംഗീകരിക്കാൻ അവിടെ തയ്യാറല്ല, നിങ്ങൾ തയ്യാറുണ്ടെന്ന് മാത്രം ചോദിച്ചു വെച്ചാൽ മതി, ബാക്കി ഞാനേറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എനിക്ക് പോന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതിൽ വലിയ അവഗാഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് കിതാബുകൾ അത് പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിർത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് നൽകിയ വെളിച്ചമൊക്കെയായിട്ട് ചർച്ച ഈ സായാഹ്നം വഴി നടത്താൻ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജോഡുകല്ലിയും സാഹിബ് പറഞ്ഞതുൾപ്പെടെ. പക്ഷേ അതിന് തയ്യാറാകുന്ന ഒരു തലമുറയെയും വഴി കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ടീമിനെയും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്നതാണ് പ്രധാനം. അതേസമയം പല വഴികളിലൂടെ അത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ വലിയ അളവിൽ ചർച്ചയാവുകയും അതിൻ്റെ തുടർച്ചയെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുകയും ചെയ്തു എന്നത് ആ പണ്ഡിതന് നൽകിയ ഏറ്റവും വലിയ ഒരു ആദരവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ട് കുറച്ച് വൈകിട്ടാണ് ഇവിടെ ചേർന്നത്. ആദ്യമായിട്ട് വന്ന ക്ലാസ്സുകളിൽ ഒന്ന് എടച്ചേരിയുടെ ക്ലാസ്സാണ്. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ നഹ്വ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും മലയാളത്തിൽ എഴുതി, ഞാൻ അറബി മലയാളത്തിൽ എഴുതി. എനിക്കറിയില്ല ഇത് ഈ മദ്രസ അറബി മലയാളത്തിൽ സ്കൂളിൽ നിന്ന് മലയാളത്തിൽ എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ശീലം. അപ്പോൾ എൻ്റെ പുസ്തകം എടുത്തു. അപ്പോൾ എന്നിട്ടിങ്ങനെ നമ്മൾ സ്വയമായിട്ട് നമ്മളൊന്ന് കൈകാര്യം ചെയ്യുന്നതാണല്ലോ വിചാരിക്കുക. അതേ കുട്ടിയാണ്. അപ്പോൾ മൂപ്പർ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അറബി മലയാളത്തിൽ എഴുതി എങ്ങനെയാ പഠിച്ചതെന്നൊക്കെ ചോദിച്ചു. ഞാൻ എന്താ വരുന്നത് എന്താന്നൊക്കെ ചോദിച്ചു. അങ്ങനെ എന്നിട്ട് ഈ അറബി മലയാളവും ആ ഒരു കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് പങ്കുവെച്ച് രസകരമായി നമ്മളെ കൈകാര്യം ചെയ്യാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ പ്രയാസം അനുഭവിച്ച ഒരു സന്ദർഭമാണ് എടച്ചേരിയുടെ വിയോഗം. അന്ന് അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കാനും അവസാനമായി ഒരു നോക്ക് കാണാനും ഏറെ ആഗ്രഹിച്ചിരുന്നു. ഞങ്ങളുടെ ദുഃഖം പലപ്പോഴും പരസ്പരം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇന്ന് എൻ്റെ കൂടെ AP ആലിക്കുട്ടി സാഹിബും അബ്ദുൽ അസീസ് സാഹിബും ഉണ്ട് ഓമശ്ശേരി. ഞങ്ങൾ എന്തായിരുന്നാലും ഈ അനുസ്മരണ പരിപാടി ഇവിടെ ബന്ധപ്പെട്ടവർ നടത്തുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് നിങ്ങളൊക്കെ കണ്ടപ്പോൾ വലിയ സന്തോഷവും അതോടൊപ്പം തന്നെ വിട പറഞ്ഞു പോയ നമ്മുടെ അധ്യാപകനെ ഓർക്കുമ്പോൾ വലിയ സങ്കടവും വരുന്നുണ്ട്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ എടച്ചേരി എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. അദ്ദേഹം എടച്ചേരി കുഞ്ഞബ്ദുള്ള മൗലവിയാണ് എന്ന് പൂർണ്ണ നാമം അറിഞ്ഞത് കുറച്ച് വൈകിട്ടാണ്. അദ്ദേഹത്തോട് എന്തും നമുക്ക് പറയാമായിരുന്നു. ക്ലാസ്സിൽ വളരെ സന്തോഷമായിരുന്നു. സാധാരണ മാത്സ് പോലെയാണ്, കണക്ക് പഠിക്കുന്ന പോലെയാണ് ഈ നഹവും സർഫും ഒക്കെ അത്ര ആളുകൾക്ക് രുചിക്കുകയില്ല. പക്ഷേ എടച്ചേരിയുടെ ക്ലാസ് അവസാനം വരെ പൊട്ടിച്ചിരി നിറഞ്ഞതായിരിക്കും. അദ്ദേഹം പറയുമായിരുന്നു, ഫാല ഫാല എന്നുള്ള ആ സീകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറബി ഭാഷയിൽ കുറച്ച് വെക്കാബുലറി ഉണ്ടെങ്കിൽ ഭാഷ നന്നായിട്ട് പ്രയോഗവൽക്കരിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലാസ് രസകരമായിരുന്നു. അതോടൊപ്പം തന്നെ പണ്ഡിതോചിതവുമായ ജുമുഅയെ സംബന്ധിച്ച് ഇവിടെ പറയുകയുണ്ട്. ആ പുസ്തകം എൻ്റെ ഒരു അഭിപ്രായം അത് ഇപ്പം ഇല്ലെങ്കിൽ വീണ്ടും അത് ഒന്നുകൂടെ പുനഃപ്രസിദ്ധീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും വേണം എന്നാണ്. കേരളത്തിലെ ഏറ്റവും അധികം അറിയപ്പെടുന്ന ഏറ്റവും അധികം വലിയ ഹദീസ് പണ്ഡിതനായ വി അബ്ദുള്ള മൗലവി, അതുപോലെ നിമിഷക്കവിയായിരുന്ന കെ മൊയ്തു മൗലവി, ഖുർആനും അതുപോലെ തന്നെ തഫ്സീറുകളൊക്കെ അനായാസം കൈകാര്യം ചെയ്യുന്ന വി മൊയ്തു മൗലവി, ഹദീസ് ബുലൂഗുൽ മറാമൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ഓക്കർ സാഹിബ്, സാത്വികനും പണ്ഡിതനുമായിരുന്ന KP മുഹമ്മദ് മൗലവി, സലാമത്ത് കിട്ടി അബ്ദുറഹീം സാഹിബ്, ചരിത്രത്തിലും അറബി ഭാഷയിലും ഞങ്ങൾക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറഞ്ഞു തന്ന അങ്ങനെ ഒരുപാട് അധ്യാപകർ. കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഉറുദുവിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്ന ഹംസ നദ്വി ഇവിടെ ഉണ്ട്. അവരൊക്കെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവരായിരുന്നു. ഇപ്പോൾ എടച്ചേരി കുഞ്ഞബ്ദുള്ള മൗലവിയെ ഓർക്കുമ്പോൾ വീണ്ടും മനസ്സിലേക്ക് തികട്ടി വരുന്നത് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം
വേണ്ടത്ര പ്രകാശിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതിനുള്ള അവസരം ഉണ്ടാക്കണം. ഇവിടെ എന്നെ ആര്യയിൽ പറഞ്ഞയച്ചത് ഇവിടുത്തെ പ്രിൻസിപ്പാളായിരുന്ന ഉമരി സാഹിബുദയമായിരുന്നു. അങ്ങനെ എൻ്റെ ലക്നോ നദുവയിൽ പഠനം കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ ഇവിടെ അധ്യാപകനാക്കി. ആ സന്ദർഭത്തിൽ കാരണം ഇവിടെ അതുമുമ്പിലുണ്ടായിരുന്ന ഉറുദു അധ്യാപകനായ റഷീദ് മൗലവി പോയി കളഞ്ഞു. ഇവിടെ ഉറുദു പഠിപ്പിക്കാൻ ആൾ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ ഇവിടെ നിർബന്ധിച്ചത്. അതിനു മുമ്പ് ഞാൻ ജാമിയ നദവിയ ഇടവണ്ണയിൽ അധ്യാപകനായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്നപ്പോൾ ഇനി ഞാനും വടച്ചേരിയും ഒരേ റൂമിലായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ വളരെ സ്നേഹത്തോടെയും സാഹോദര്യത്തെയും വളരെയധികം എന്നെ ഒരു കൊച്ചുമോനെ പോലെ കണക്കാക്കിയായിരുന്നു ഓളും അടച്ചേരി കൊണ്ടുപോയിരുന്നു. അടച്ചേരി വീട്ടിലേക്ക് പോകുമ്പോൾ അവിടത്തേക്ക് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ദേവരകോവിൽ പോകുമ്പോഴും എന്നെ കൂടെ കൂട്ടും. അങ്ങനെ എപ്പോഴും ആ സ്നേഹം അവസാനം വരെ ഉണ്ടായിരുന്നു. കാരണം എന്നെ ഈ കോളേജിൽ നിന്ന് 4 വർഷം പഠിപ്പിച്ച അധ്യാപകനാണ്. പിന്നെ ഞാനും അദ്ദേഹവും താഴെ മഹല്ല് മദ്രസയിൽ 7 വർഷത്തോളം ഒന്നിച്ച് സേവനം അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം അടുത്ത ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ കാണാൻ വേണ്ടി വീട്ടിൽ പോയിരുന്നു. അപ്പോൾ ഉപ്പാനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിനെ കൊണ്ട് മൈനമീതുമണി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം എന്നോട് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജലീൽഖാനെ കൂട്ടി വരട്ടെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അറിയാനുണ്ട്. അതൊന്നും എന്നോട് അള്ളാഹുവിൻ്റെ വിധി ഉണ്ടായില്ല. അള്ളാഹു തആല അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ക്ഷമയും സ്ഥൈര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അദ്ദേഹത്തെയും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോരോ വാക്കുകൾ ഓർമ്മ വരുന്നു. ത എന്ന അക്ഷരം ഞാൻ താവിലത്തെ എന്ന് എഴുതിയപ്പോൾ ത എന്ന മറ്റേ ത എഴുതിപ്പോയി ഞാൻ പഠിക്കുന്ന സമയത്ത്. അപ്പം എന്നോട് പറഞ്ഞ് അത് അങ്ങനത്തെ ത അല്ല, പടന്നേമല് മണ്ണ് കോരിയ പോലത്തെ ത ആണ്. അങ്ങനെ ഓരോ എക്സാമ്പിൾ ഉണ്ടാവും അദ്ദേഹത്തിന് പറയാൻ. പൊട്ടിച്ചിരിച്ചു ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാണ്ട് ഈ വയ്യ വേളയിൽ ഒന്നും തന്നെ പറയത്തില്ല. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നോട് ഈ കോളേജ് ഈ കൊടക്കൽ പള്ളിയുടെ പരിസരത്തുള്ള കുറേ സ്ത്രീകൾ എന്നോട് പറഞ്ഞു, ഞങ്ങളെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ജനങ്ങൾ ഒന്നിച്ച് നമസ്കരിച്ചതും പ്രാർത്ഥനയാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ഈ ഇരുത്തവും പ്രാർത്ഥനയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഴ വന്നാൽ മഗ്‌രിബിന്റെ കൂടെ ഇശാഹ് കൂടി ജമ്മാക്കി നമസ്കരിക്കാം. ആ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായില്ല. കുറേ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഇങ്ങനെ മഴ വന്നു. ഇടച്ചേരി ഇത് രണ്ടും ജമ്മാക്കി നമസ്കരിച്ചു. നാട്ടിൽ ഭയങ്കര കോടികളൊക്കെ ഉണ്ടായി. ഇടച്ചേരി ചോദിച്ചു, അന്ന് ഞാൻ പ്രസംഗിച്ചപ്പോൾ ആർക്കും ഒരു ഇറക്കേടുമില്ലേ, ഇപ്പം എന്താ വിഷയമുണ്ട്? ടീക്കെ എപ്പോഴും ചിരിപ്പിക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ആരോ ഒരാൾ ചോദിച്ചു, എങ്ങനെയാ മയ്യത്ത് കുളിപ്പിക്കുക? എടച്ചേരി ചോദിച്ചു, നിങ്ങളെങ്ങനെയാ കുളിക്കുക? ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരുമിച്ച് കൂടിയവരിൽ ഒരുപാട് ആളുകൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി മൂലം ഇവിടെ ഇതിൻ്റെ സംഘാടകർക്ക് അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഉപ്പാനെക്കുറിച്ച് പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും അത് പലരും പല രീതിയിലും പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരുപാട് ഇൽമുള്ള വൈജ്ഞാനിക സംഭാവനകൾ നൽകിയിട്ടുള്ള, അതുപോലെ തന്നെ ദീർഘകാലമായി ഈ ഒരു സ്ഥാപനത്തിൽ അധ്യാപകനായി ജോലി ചെയ്തിട്ടുള്ള ഉപ്പ ഞങ്ങളെയും ഒരു ദീനി അടിത്തറയിൽ തന്നെ വളർത്തണമെന്നൊരു ശാഠ്യം ഉപ്പാക്ക് ഉണ്ടായിരുന്നു. ഒരു നിരക്കുമുള്ള യാതൊരു ജാടകളുമില്ലാത്ത ശരിക്കും ഒരു പച്ച മനുഷ്യൻ തന്നെയായിരുന്നു ഉപ്പ. എല്ലാവരോടും സുഹൃത്തുക്കളെ പോലെ പെരുമാറുന്ന, പലപ്പോഴും ഉപ്പ എന്നുള്ളത് ഒരു കൂട്ടുകാരനായി മാറിയ ഒരുപാട് അനുഭവങ്ങൾ എനിക്കറിയാം. എൻ്റെ ചെറുപ്പത്തിൽ തന്നെ
ഇപ്പൊ ഇങ്ങനെ കൈപിടിച്ച് കുറ്റ്യാടി കോളേജിലേക്ക് കൊണ്ടുവരും. ആകെ അന്ന് 5 വയസ്സൊക്കെ ഉള്ളപ്പോൾ അറിയുന്ന ഒരൊറ്റ വാക്ക് മസ്മുക്ക എന്ന വാക്ക് മാത്രമായിരുന്നു. അന്ന് പറയുന്ന ഒരു അറബി ഒരു അൻസാരി ഉണ്ടായിരുന്നു. അൻസാരിനോട് ചോദിക്കും ഞാൻ, മസ്മുക്ക ആകെ അറബി അറിയാവുന്ന ഒരു വാക്കാണ്. അൻസാരി തമാശ പറയും ഇസ്മി എടച്ചേരി. അപ്പൊ അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന് ഉപ്പാനെ എനിക്ക് ഓർമ്മയുണ്ട്. ഉപ്പ കോളേജിലേക്ക് പോവാ, ഒരിക്കലും വീടിന്റെ മുന്നിലൂടെ ഉപ്പ കോളേജിലേക്ക് പോയിട്ടില്ല. ഉപ്പ വീടിന്റെ പിറകു വശത്തൂടെ പോകും. എന്താന്ന് ചോദിച്ചാൽ ഞാള് കരയും ഉപ്പാന്റെ കൂടെ പോകാൻ. അപ്പോൾ ഞങ്ങൾ കാണാതെ പിറകിലൂടെയാണ് ഉപ്പ കോളേജിലേക്ക് പോവുക. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പകർന്നു തന്ന ഉപ്പ, ഒരുപാട് നന്മകൾ, ഒരുപാട് ഇവിടെ പറയാണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരാളെ ദുഷിച്ചു പറയുന്ന, ഒരാളെ കുറിച്ച് ഒരു മോശം വർത്തമാനം പറയുന്നത് ഈ ഒരു 1/2 നൂറ്റാണ്ടിന്റെ അടുത്ത് എൻ്റെ ജീവിതം എത്തി നിൽക്കുമ്പോൾ ഞാൻ ഇതുവരെ ഉപ്പാൻ്റെ അടുത്ത് കേട്ടിട്ടില്ല. ഇങ്ങോട്ട് ബന്ധം ചേർത്തിട്ടില്ലെങ്കിലും അങ്ങോട്ട് ബന്ധം ചേർക്കണമെന്ന് വാശി പിടിക്കുന്ന സന്ദർഭങ്ങൾ എൻ്റെ ഉപ്പാന്റെ അടുത്തുനിന്ന് ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരാൾക്ക് ഉപ്പ പൈസ കൊടുക്കാനുണ്ടാവില്ല. മരിക്കുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ അറിവനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ മുമ്പും ഉള്ളതെന്താണോ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ചെറുപ്പത്തില് കൂടൽ നിന്ന് ഓല മടഞ്ഞിട്ട് എല്ലാ മക്കളെയും കൂട്ടിയിട്ട് ഓരോരുത്തർക്ക്, ചിലർക്ക് 5 ഓലയായിരിക്കും, ചിലർക്ക് ഇന്ന് നേരത്താരോടെ പറഞ്ഞു തൊട്ടിൽപ്പാലം മങ്ങാടിയിൽ മടഞ്ഞ ഓലയുമായി, അത് തൊട്ടിൽപ്പാലല്ല കൂടൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അങ്ങനെ പുറകെട്ടാനാവുമ്പോൾ വീട്ടിലേക്ക് ഇങ്ങനെ എല്ലാ മക്കളെയും ഒരുമിപ്പിച്ച് കൊണ്ടുവരുന്ന ഉപ്പ. നിങ്ങളൊക്കെ ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാത്രം ഈ മഗ്‌രിബോട് എടുത്ത സമയത്ത് പറയുകയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഉപ്പ നല്ല രീതിയിൽ രേഖപ്പെടുത്തപ്പെടണം. ഇവിടെ നാട്ടുകാരുടെ അടുക്കൽ നല്ലത് മാത്രമാണ് ഉപ്പാനെ കുറിച്ച് പറയാനുള്ളത്. അള്ളാഹുവെ, ഞങ്ങളുടെ ഉപ്പ ഒരുപാട് ആളുകൾക്ക് വൈജ്ഞാനികമായി ഒരുപാട് നന്മകൾ നൽകിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പാന്റെ അടുക്കൽ നിന്ന് സ്വീകരിക്കണമേ അല്ലാഹ്. ഒരുപാട് ആളുകൾ അറിവിന്റെ വലിയ വലിയ ലോകത്തേക്ക്, നമുക്കറിയാം സലാം വാണിയമ്പലത്തെ പോലെയുള്ള, സുബൈർ കുന്നമംഗലത്തെ പോലെയുള്ള, AK നാസർ സാഹിബിനെ പോലെയുള്ള, അങ്ങനെ പേരുകൾ പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ വൈജ്ഞാനിക അടിത്തറകൾ നൽകിയിരിക്കുന്ന ഉപ്പ. അല്ലാഹുവേ, ആ ഇൽമുകളൊക്കെ ഉപ്പാന്റെ അടുക്കൽ നിന്ന് സ്വീകരിക്കണേ തമ്പുരാനെ. എന്തെങ്കിലുമൊക്കെ വ്യക്തി മനുഷ്യൻ എന്നുള്ള നിലയിൽ വീഴ്ചകൾ ഉപ്പാന്റെ അടുത്ത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, ആ സകല വീഴ്ചകളും ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ നാഥ. ഉപ്പ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് നന്മകളുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജുമുഅ ഖുത്ബ പോലെയുള്ള വിഷയത്തിൽ അതിനൊക്കെ ഒരു വളർച്ച ഉണ്ടാവുകയും അതൊക്കെ ആളുകൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമുണ്ടായി. ഉപ്പാന്റെ വൈജ്ഞാനിക അടിത്തറക്ക് പടച്ചതമ്പുരാനെ ഒരു വികാസം ഉണ്ടാക്കി തരണേ നാഥ. ഉപ്പാന്റെ നല്ല നല്ല അമലുകളൊക്കെ അല്ലാഹുവേ നീ സ്വീകരിക്കണമേ. വീഴ്ചകൾ മുഴുവനായി ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ നാഥ. ഉപ്പാനെ സ്നേഹിക്കുന്ന, ഉപ്പാന്റെ കൂടെ നടന്നുകൊണ്ടിരുന്ന ഒരുപാട് ആളുകൾ ഒന്നിച്ച് നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയണം. അങ്ങനെ ഒന്നിച്ച് നമ്മൾ ഒന്നടങ്കം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മനോഹരമായ രംഗം നൽകി അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമല്ല. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ വലിവാലിദീനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ വഅജ്ർ വലിവാലിദീനാ മിനന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين.